ഇപ്പോൾ PM സലാം മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംപ്രേഷണത്തിൽ ആ സ്വർണം പിടിച്ചത് എവിടെ പോയി? അതിലെ പ്രതികൾ ആരൊക്കെയാണ്? പ്രതികളെ പിടിച്ചോ? കോടതിയിൽ ഹാജരാക്കിയോ? തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് എത്രയാണ് ഗവൺമെൻറ്റിനെ, സർക്കാരുകളെ പറ്റിച്ചുകൊണ്ട് ഡിപ്ലോമാറ്റിക് സംവിധാനത്തിലൂടെ സ്വർണം കടത്തിയത്? കസ്റ്റംസ് പിടിച്ചതല്ലേ? അതിലെ പ്രതികൾ ആരൊക്കെയാ? എന്നിട്ട് അവരാണ് പറയുന്നത് ഇത്ര ഉണ്ടായി. ഒരു തെളിവെങ്കിലും ഹാജരാക്കാൻ അദ്ദേഹത്തിന് കഴിയണ്ടേ? അദ്ദേഹത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് ഒരാളുടെ പേരിലെങ്കിലും രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഈ കാര്യത്തിൽ? എന്നാൽ ഈ പിടിച്ച പണവും സ്വർണമൊക്കെ എവിടെ പോയി? ഞങ്ങൾ പറയുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഇത്രയും ജുഗുപ്സാവഹമായ ഒരു പ്രദേശത്തെ യാഗമാനം അപമാനിക്കുന്ന പ്രസ്താവനയുമായി വന്നത് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ്. അധികാരം നിലനിർത്താൻ, ചെയ്ത തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും രക്ഷിക്കാൻ, സ്വന്തം കുടുംബത്തിൻ്റെ വൃത്തികേടുകളിൽ നിന്നും രക്ഷപ്പെടാൻ ഇതുപോലുള്ള വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് ഒരു പ്രദേശത്തെ ജനങ്ങളെ മുഴുവൻ അപമാനിതരാക്കി, കുറ്റവാളികളാക്കി മാറ്റുന്ന ഈ സംവിധാനം മാറ്റിയേ തീരൂ. ഒരു സംശയമില്ല, മാറ്റിയേ തീരൂ. കാരണം ഇത്രത്തോളം വൃത്തികേടിലേക്ക് ഒരു മുഖ്യമന്ത്രി പോകാൻ പാടില്ല. ഒരു മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ അദ്ദേഹം CPMൻ്റെ നേതാവ് മാത്രമല്ല, അദ്ദേഹം കേരളത്തിൻ്റെ ഒരു പ്രതിനിധിയാണ്. ആ നിലവാരത്തിലേക്ക് ഉയരാനുള്ള ഒരു ശക്തിയോ കഴിവൊന്നും അദ്ദേഹത്തിനുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അല്ല, ഒരു തറ നേതാവിൽ നിന്ന് ഒരല്പമെങ്കിലും ഉയരാൻ അദ്ദേഹം ശ്രമിക്കണ്ടേ? ഇന്ന് പറഞ്ഞത് ഏറ്റവും ജുഗുപ്സാമായ പ്രസ്താവനയാണ്. ഒരു പ്രദേശത്തെ ജനങ്ങളെ മുഴുവൻ, അദ്ദേഹത്തിനെതിരെ ഭരണകക്ഷിയിൽപ്പെട്ട ഒരു MLA ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചു. ആ ആരോപണങ്ങളിൽ രക്ഷപ്പെടേണ്ടത് ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിച്ചിട്ടാണ്, അല്ലാതെ മറ്റാരെങ്കിലും പേരിൽ ആരോപണം ഉന്നയിച്ചിട്ടല്ല. അൻവർ എന്ന് പറയുന്ന മലപ്പുറം ജില്ലക്കാരനായ CPM സഹയാത്രികരനായ ഭരണകക്ഷി MLA ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് ഉത്തരവാദികൾ മലപ്പുറം ജില്ലയിലെ മുഴുവൻ ജനങ്ങളുമാണോ? ആ ജില്ലയാണോ? ഇല്ലാത്ത ഇതുപോലുള്ള ആരോപണങ്ങൾ ഒരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉന്നയിക്കാൻ പാടുണ്ടോ? അൻവർ പറഞ്ഞ ആരോപണങ്ങൾക്ക് മറുപടി പറയട്ടെ. വളരെ വ്യക്തമായല്ലേ ഇന്നലെ നിലമ്പൂരിൽ അദ്ദേഹം പറഞ്ഞത്, ഇന്ന് അദ്ദേഹം കോഴിക്കോട്ട് പറയാൻ പോകുന്നു. ആ ആരോപണങ്ങളിൽ എത്രമാത്രം സത്യമുണ്ട്, അതിൽ ഗവൺമെൻറ്റിൻ്റെ നിലപാട് എന്താണ്, അതല്ലേ പറയേണ്ടത്. അതിന് മറുപടി ഇല്ലാത്തത് കൊണ്ടാണ് മലപ്പുറം ജില്ലക്കാരുടെ പേരിൽ വ്യാജ ആരോപണം ഉണ്ടാക്കിയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം സത്യസന്ധനാണെങ്കിൽ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്. രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് മലപ്പുറം ജില്ലയിൽ നിന്ന് ഈ സ്വർണവും പണവും ഉപയോഗിച്ച് നടത്തിയ ആളുകളെ, കുറ്റവാളികളുടെ എണ്ണം പറയണം. 5 കൊല്ലത്തിനിടയ്ക്ക് മുഖ്യമന്ത്രിയുടെ വകുപ്പ് ആരുടെ പേരിലാണ് നടപടിയെടുത്തിട്ടുള്ളത്, ആരുടെ പേരിലാണ് FIR എങ്കിലും ഇട്ടിട്ടുള്ളത് എന്ന് പറയാനുള്ള ആർജവം മുഖ്യമന്ത്രി കാണിക്കണം. വെറുതെ ഒരു പ്രദേശത്തിൻ്റെ പേരിൽ കള്ള പ്രചാരവേല നടത്തി രക്ഷപ്പെടാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. അദ്ദേഹത്തിന് കേന്ദ്ര ഗവൺമെൻറ്റിനെയും RSSനെയൊക്കെ സന്തോഷിപ്പിക്കാൻ ഇത് പറയേണ്ടി വരും. കാരണം മാസപ്പടി വിവാദത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് മകളും കുടുംബവും. അതുപോലുള്ള ഒരുപാട് വിവാദങ്ങളുണ്ട്. അതൊക്കെ മാറ്റിവെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഗവൺമെൻറ്. എത്രമാത്രം കേസുകൾ NIA, ED, ഇൻകം ടാക്സ് ഇവരൊക്കെ പാട്ടും പാടി കേരളത്തിൽ അന്വേഷിക്കാൻ വന്ന കേസുകളൊക്കെ എവിടെ പോയി? മലപ്പുറം ജില്ലയിലെ ഇല്ലാത്ത കേസുകളെ പറ്റി പറയുമ്പോൾ ഉള്ള കേസുകൾ നമുക്ക് പറയാനില്ലേ? ലൈഫ് മിഷൻ കേസിൽ 10 കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്ന കേസ് എവിടെ പോയി? AI ക്യാമറയിലെ അഴിമതി കേസ് എവിടെ പോയി? ലാവ്ലിൻ കേസ് പോട്ടെ, 42 തവണ സുപ്രീം കോടതിയിൽ മാറ്റിവെക്കാനുണ്ടായ സാഹചര്യം എന്താണ്? ഇപ്പോൾ അവസാനമായി ഒരുപാട് അന്വേഷണ ഏജൻസികളും SFIO എന്നൊക്കെ പറഞ്ഞ് ഒരു പുതിയ ഏജൻസിയൊക്കെ കേരളത്തിൽ വന്ന് വലിയ പ്രകമ്പനം നിങ്ങളെല്ലാം കൂടി ഉണ്ടാക്കിയില്ലേ? എവിടെ പോയി? എന്താ ഈ കേസുകൾക്കൊക്കെ സംഭവിച്ചത്? അപ്പോൾ എല്ലാതരം രാജ്യദ്രോഹ കുറ്റങ്ങളും നയതന്ത്ര ബാഗേജിലൂടെ സ്വർണം കടത്തിയതടക്കമുള്ള രാജ്യദ്രോഹ കുറ്റങ്ങൾ മൂടിവെച്ച മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. അദ്ദേഹത്തോട് വിനീതമായി പറയാനുള്ളത് മന്ത് അങ്ങയുടെ കാലിലാണ് എന്ന് തന്നെയാണ്. തീർച്ചയായും പ്രീതിപ്പെടുത്താൻ മാത്രമല്ല, അദ്ദേഹത്തിന് കേന്ദ്ര ഗവൺമെൻറ് അന്വേഷണ ഏജൻസികൾ നടത്തുന്ന അന്വേഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം സ്വീകരിക്കുന്ന നടപടികളാണ്. അല്ല, വോട്ട് നേടാൻ ഇത്രയും
മനുഷ്യരെ പരസ്പരം ഭിന്നിപ്പിക്കുന്ന, വർഗീയ സംഘർഷം ഉണ്ടാക്കുന്ന നിലപാടുകൾ മാർക്സിസ്റ്റ് പാർട്ടി കുറേ കാലമായി സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണല്ലോ വടകരയിലെ നമ്മുടെ കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ കാര്യം. അതുപോലുള്ള നിരവധി കാര്യങ്ങൾ നമ്മളെ മുമ്പിലുണ്ട്. ഏത് വൃത്തികെട്ട നിലപാടിലേക്കും CPM നേതാക്കന്മാർ പോകും എന്നതിനുള്ള തെളിവുകൾ നമ്മുടെ മുമ്പിൽ ഒരുപാട് കാലമായിട്ടുണ്ട്. ജനങ്ങളത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അതിദയനീയമായ പരാജയം അവർക്ക് നേരിടേണ്ടി വന്നത്. PV അൻവർ കഴിഞ്ഞ ദിവസം CPM നേതാക്കളെല്ലാം തന്നെ വർഗീയപരമായിട്ടാണ് കാര്യങ്ങളെ സമീപിക്കുന്നത് എന്നൊരു പ്രസ്താവന നടത്തിയിരുന്നു. അപ്പോൾ അത് കൂടുതൽ സാധൂകരിക്കുന്നതാണോ മുഖ്യമന്ത്രിയുടെയും പ്രസ്താവന? അല്ല, അത് ഞങ്ങളെക്കാൾ കൂടുതൽ പറയാൻ കഴിയും അൻവറിനാണ്. കൂടെ കിടക്കുന്നവർക്കാണ് രാപ്പനി അറിയുക. അതേ ഇടതുപക്ഷത്ത് തന്നെയാണ്. ഞങ്ങളത് പറഞ്ഞതിനേക്കാൾ കൂടുതൽ പ്രാധാന്യവും പ്രസക്തിയും ആധികാരികതയും അൻവറിൻ്റെ പ്രസ്താവനയ്ക്കുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ പരസ്യമായി വെല്ലുവിളിക്കുന്ന ഒരാൾ ഇപ്പോൾ ഇടതുപക്ഷത്താണെന്ന് എങ്ങനെ പറയാൻ കഴിയും? അതേ ഇടതുപക്ഷത്തല്ലേ ഇപ്പോഴല്ലേ എന്നും വെറും MLA മാത്രമല്ല, അദ്ദേഹത്തെ MP പാർലമെൻറ്റിലേക്ക് മത്സരിപ്പിച്ച് ആദരിച്ച ആളുകളാണ് ഇടതുപക്ഷം. പിന്നെ അതേ ഇടതുപക്ഷമല്ല എന്ന് ഇന്നു മുതൽ പറഞ്ഞാൽ ഇന്നു മുതൽ ഇടതുപക്ഷമല്ല എന്ന് പറയാം. പക്ഷെ അത് ഇതുവരെ ഇടതുപക്ഷത്തായിരുന്നു, ഒരുമിച്ചായിരുന്നു. തീർച്ചയായും പ്രതിഷേധം ആളിക്കത്തും, യാതൊരു സംശയമില്ല. തീർച്ചയായും ഒന്ന്, ഇപ്പോൾ അൻവർ ഉന്നയിച്ച കാര്യങ്ങളുണ്ടല്ലോ, തെളിവ് സഹിതം അദ്ദേഹം പരസ്യമായി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക. മറ്റൊന്ന്, ജനങ്ങളെ ജാതീയമായി വർഗീയമായി വിഭജിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക. ഇത് മാത്രമാണ് ഇതിൻ്റെ ലക്ഷ്യം. എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ സമാന മനസ്കരായ മതേതര ചിന്താഗതിക്കാരുമായി കൂടി ആലോചിച്ച് UDF ആലോചിച്ച് ചെയ്യും. വേറൊരു പ്രധാന കാര്യം പറയാൻ ഞങ്ങൾ വിളിച്ചത്, ഇവിടെ പോരുമ്പോഴാണ് ഇതുകൂടി വീണ് കിട്ടിയത്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഈ പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിലെ വാർഡ് വിഭജന പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇന്നലെ 48/54 പഞ്ചായത്ത് സെക്രട്ടറിമാരെ അകാരണമായി സ്ഥലം മാറ്റിയിട്ടുണ്ട്. ഇവർ സ്ഥലമാറ്റം ചോദിച്ചു വാങ്ങിയതല്ല, ഇവർക്ക് സ്ഥലമാറ്റം ഡ്യൂ ആയിട്ടില്ല. 3 വർഷം പോലും ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായിട്ടില്ല. കണ്ണൂർ ജില്ലയിലടക്കം പലയിടത്തും അതുണ്ട്. ഈ 56 പഞ്ചായത്ത് സെക്രട്ടറിമാരെ സ്ഥലം മാറ്റിയത് വാർഡ് വിഭജനം അട്ടിമറിക്കാനാണ്. ആ വാർഡ് വിഭജനം അട്ടിമറിച്ച് തെരഞ്ഞെടുപ്പ്. മുഖ്യമന്ത്രിയുടെ വിവാദ മലപ്പുറം പരാമർശത്തിൽ ലീഗ് നിലപാട് വ്യക്തമാക്കുകയായിരുന്നു. കേന്ദ്ര സർക്കാരിനെ BJPയെ പ്രീണിപ്പിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ശ്രമം എന്നാണ് ലീഗ് അതിനെ വിമർശിക്കുന്നത്.